നമസ്കാരം. ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ മുസ്ലിം എന്നാൽ രണ്ടാനമ്മയ്ക്ക് പറ്റ മക്കളെന്നൊക്കെയും പറയില്ലേ, അവരൊക്കെ ഒരു കുടുംബത്തിൻ്റെ മുഖ്യധാരയിൽ വരില്ല. ആ കുടുംബത്തിലെ കാരണവർക്ക് ചിന്ന വീട്ടിലുണ്ടായ പിള്ളേരെന്നാണ് പറയുക. അതിന് ആ ഒരവസ്ഥയാണ് ഉത്തരേന്ത്യയിലുള്ളത്. രണ്ടാം തരം പൗരന്മാർ, വോട്ടവകാശമൊക്കെ ഉണ്ടെന്ന് മാത്രം. പക്ഷെ തൊട്ടതിനും പിടിച്ചതിനും നമ്മൾ ദിവസം കേൾക്കുന്ന വാർത്തകളാണ്. അവിടെ മുസ്ലിങ്ങളെ തല്ലിക്കൊന്നു, ഇവിടെ മുസ്ലിങ്ങളെ കൊണ്ട് ജയ് ശ്രീരാം വിളിപ്പിച്ചു എന്നിത്യാദി കാര്യങ്ങൾ. ഇപ്പോൾ ഉത്തരേന്ത്യയിലുള്ള ആ ഒരു ട്രെൻഡ്, ഒരു ആൻറ്റി മുസ്ലിം ട്രെൻഡ്, ഇസ്ലാമോഫോബിയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിപ്പോൾ ദക്ഷിണേന്ത്യയിലേക്കും സന്നിവേശനം ചെയ്തിരിക്കുകയാണ്. 2 ദിവസം മുമ്പാണ് ബാംഗ്ലൂരിൽ നിന്നൊരു വാർത്ത. അതിൽ പറയുന്നത് അവിടെ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇൻ്റർവ്യൂ ഉള്ള അവസരം പോലും നിഷേധിച്ചു. ബയോഡേറ്റ കണ്ടപ്പോൾ അയാളുടെ പേര് മുഹമ്മദ് അമീൻ എന്നായിരുന്നു. നിയമ വിദ്യാർത്ഥിയാണ്, അതോ വിദ്യ പഠിക്കാൻ വേണ്ടിയിട്ടോ എനിക്കറിയില്ല. തൻ്റെ സുഹൃത്തിൻ്റെ ബയോഡേറ്റ അയച്ചു കഴിഞ്ഞ് ഫോൺ ചെയ്ത് ചോദിച്ചു, ബയോഡേറ്റ കിട്ടിയല്ലോ. അപ്പോൾ പറഞ്ഞു, ഇയാൾ മുസ്ലിമാണല്ലേ, ഞങ്ങൾക്ക് താല്പര്യമില്ല കേട്ടോ, ജോലിക്കെടുക്കാൻ താല്പര്യമില്ല. ഒരു നിയമ വിദ്യാർത്ഥിയാണ്, അപ്പോൾ എന്തെങ്കിലും അഡ്വൈസറോ മറ്റോ ആയിട്ടായിരിക്കും. അങ്ങനെ ആ കമ്പനി അവിടെ മറുപടി നൽകിയത്. അങ്ങോട്ട് വിളിച്ചു ചോദിച്ചതിൻ്റെയും ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചതിൻ്റെയും വാട്സപ്പ് ചാറ്റൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ടുകളും പങ്കുവച്ചിട്ടുണ്ട്. ഏതായാലും പ്രശ്നം ഗുരുതരമാകേണ്ടത് കരുതി, ഇനി മറ്റുള്ള സ്ഥലത്ത് പോലും പ്രശ്നം ഉണ്ടാകേണ്ടത് കരുതിയിട്ട് ഈ കമ്പനിയുടെ പേരും മേൽവിലാസമൊന്നും ചർച്ചയ്ക്ക് വെച്ചിട്ടില്ല, അത് പുറത്ത് വിട്ടിട്ടില്ല. പക്ഷേ ഈ സംഭവം ഇപ്പോൾ വലിയ രൂപത്തിൽ സമൂഹത്തിൽ ചർച്ചയായിട്ട് വന്നിരിക്കുകയാണ്. ഇത് നമ്മളുടെ തൃശ്ശൂരിൽ പോലും അവിടെ ടൗണിൻ്റെ പ്രാന്തങ്ങളിലായിട്ട് അയ്യന്തോൾ പഞ്ചായത്ത്, കൂർക്കഞ്ചേരി, മണ്ണുത്തി ഭാഗങ്ങൾ അതിൻ്റെ ചുറ്റുമായിട്ട് വലിയ വലിയ കെട്ടിടങ്ങൾ ഉയർന്നിട്ടുണ്ട്. ശോഭ സിറ്റിക്ക് അവിടെയുണ്ട്, 20 നില കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ശോഭ സിറ്റി അടക്കം. അങ്ങനെ ഉയരുന്ന പല ബിൽഡിങ്ങുകളിലും, ശോഭ സിറ്റി അല്ല, പല ബിൽഡിങ്ങുകളും ഇപ്പോൾ ചെയ്യുന്ന പൂങ്കുന്നത്തിൻ്റെ കണ്ടതാണ്. ഒരു 2 ബിൽഡിങ് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ, ഇപ്പോൾ ഞാൻ കേരളത്തിൽ പോകാറില്ലല്ലോ. അവരവിടെ ബിൽഡിങ് പണിയുന്ന സമയത്ത് പൂങ്കുന്നത്ത് നമ്മുടെ കല്യാൺറാം സീതാറാമൊക്കെ താമസിക്കുന്ന ഏരിയയാണ് ഈ പറയുന്നത്. അവിടെ ഒരു ശ്രീരാമസ്വാമി ടെമ്പിളുണ്ട്. അപ്പോൾ അവിടെ ഒരു 8 നിലയോ 10 നിലയോ എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അവിടെ ഫ്ലാറ്റ് പണിതു. ഒരു നിലയിൽ 4 ഫ്ലാറ്റ്, അങ്ങനെ 8 നിലയോ 32 ഫ്ലാറ്റ്, ഒരു ഫ്ലാറ്റ് സമുച്ചയം. അതിൻ്റെ താഴെ എൻട്രൻസിൽ ഒരു 6 അടി 3 അടിയോ അല്ലെങ്കിൽ 6 അടി 4 അടിയുള്ളൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ചെറിയൊരു ചിന്ന മറ്റേ കോവിൽ, എന്നിട്ട് അവിടെ ഗണപതിയെ വെച്ചിരിക്കുകയാണ്, ഒരു കല്ലുകൊണ്ടുള്ള ഗണപതിയെ വെച്ചിരിക്കുകയാണ്. ദിവസം ഒരു മാലയിടും, ഒരു വിളക്കും കൊളുത്തും, അതിന് ആൾ വരും. എന്തിനാ അത് ചെയ്തത്? അവിടെ അപ്പുറത്ത് അമ്പലം ഉണ്ടല്ലോ, അതിനല്ല ഉദ്ദേശം, അതല്ല. ഇതിനകത്ത് കയറി വരുന്ന ആളുകൾ മുസ്ലിങ്ങളാകാൻ പാടില്ല. മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ അമ്പലം പെടുന്നതിന്. ഇതിനകത്ത് വരുന്ന ആളുകൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരാകാൻ പാടില്ല. ഇതെല്ലായിടത്തുള്ള സംഭവങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. വാടകയ്ക്ക് വീട് കിട്ടാനില്ല. ക്രിസ്ത്യാനികൾക്ക് വാടകയ്ക്ക് വീട് കിട്ടും,
ഹിന്ദുക്കൾക്ക് കിട്ടും, കമ്മ്യൂണിസ്റ്റുകാർക്ക് കിട്ടും. പക്ഷേ മുസ്ലിങ്ങൾക്ക് വീട് കൊടുത്താൽ ഭയമാണ് വാസ്തവത്തിൽ. വളരെ വർഷങ്ങൾക്ക് മുൻപ് അവിടെ ചെമ്പോട്ടിൽ ലൈൻ എന്ന് പറഞ്ഞൊരു ചെമ്പോട്ടിൽ ലൈൻ എന്ന് പറയും. അവിടെ ഭാരത് ഹോട്ടലിൻ്റെ മുതലാളിമാരുടെ വീടൊക്കെ അവിടെയുണ്ട്. അതിനോട് ചേർന്നൊരു വമ്പൻ വീട്. ആ വമ്പൻ വീടിനകത്ത് 2-3 ആൾക്കാരുള്ള അവിടെ. അതിൻ്റെ കാരണവർ മരിച്ചു. എൻ്റെ മറ്റേ എന്താ പറയുക, എൻ്റെ വീട്ടുടമസ്ഥൻ മരിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവർക്കൊരു മകനും പിന്നെ കൂട്ടുകാരും. എന്തിനു പറയുന്നു, ഒരിക്കൽ പോലീസ് ഒന്ന് റെയ്ഡ് ചെയ്യാണ്. റെയ്ഡ് ചെയ്ത സമയത്ത് അതിനകത്തുനിന്ന് ഒരു 5-8 ആൾക്കാരെ പിടിച്ചു. പിന്നെ കേസൊക്കെ എന്തായെന്ന് എനിക്കറിയില്ല. നോക്കിയ സമയത്ത് രാജാക്കാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ വരാനുണ്ട്. ക്രിസ്ത്യാനി പിള്ളേരുണ്ട്, ഇവൻ ഒരു ഹിന്ദു ഈഴവ സമുദായത്തിൽപ്പെട്ട അവനുണ്ട്, പിന്നെ 2-3 മുസ്ലിം യുവാക്കൾ. ഒരു വീടിൻ്റെ മേലെയാണ് പറയുന്നത്, താഴെയുള്ള അവരുടെ അമ്മ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. 3-4 മാസം മേലെ താമസിച്ചിട്ട് അവിടെ ലഹരിയുടെ പരിപാടിയൊക്കെ ആയിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുൻപാണത്. ഇപ്പം പിന്നെ വലിയ നോട്ടങ്ങളൊക്കെ ഉണ്ട്, നിരീക്ഷണങ്ങളുണ്ട്. തൂഫാനൊക്കെ വന്നല്ലോ. അപ്പം ആയതുകൊണ്ട് ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്, മുസ്ലിങ്ങൾക്ക് വീട് കൊടുത്താൽ ആ മുസ്ലിങ്ങളെ കാണാൻ വരുന്ന ഒരാൾ ഇത്തിരി ഉയരം തടിയുള്ള ആളാച്ച ഉടനെ തന്നെ അവിടെ സംസാരമായി, അപ്പുറത്തെ വീട്ടിലേ ഒരാൾ വന്നിട്ടുണ്ട്, അവിടെ നല്ല ഉയരം നല്ല തടിയുണ്ട് കേട്ടോ, ഒരു കൂളിംഗ് ഗ്ലാസും വെച്ചിട്ടുണ്ട്, എന്താവോ. ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ മുസ്ലിങ്ങളോട് അവരോടുള്ള ആറ്റിറ്റ്യൂഡ് അങ്ങനെ അവരാക്കി തീർത്തതാണ്. ഇപ്പോൾ ജോലി കൊടുക്കാൻ ഒരു സന്നദ്ധരല്ല. ജോലിയുടെ മെറിറ്റ് ക്വാളിഫിക്കേഷൻ്റെ അതുപോലെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ്റെ അതിൻ്റെ മെറിറ്റ് അനുസരിച്ചിട്ടല്ല ജോലി. മെറിറ്റൊക്കെ ഓക്കെ, വിദ്യാഭ്യാസമുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയാമോ? മുസ്ലിം ആകാൻ പാടില്ല. ഭയമാണ് ആളുകൾക്ക്. ജോലിക്ക് എടുത്തപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ, മറ്റുള്ള കമ്പനികൾ, നമ്മളുടെ ടാറ്റയിലൊക്കെ ഉണ്ടായല്ലോ, ലവ് ജിഹാദ് പരിപാടി ഉണ്ടായല്ലോ, ആ കമ്പനികളൊക്കെ ഇതര കമ്പനികളെ അറിയിക്കേണ്ട ആവശ്യമില്ല. പണ്ട് ഒരു പേപ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റേ പത്രങ്ങൾ, ടി വി പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പം ടി വി ആയി, പത്രങ്ങൾ ലക്ഷോപലക്ഷം പത്രങ്ങളാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളുടെ തൃശ്ശൂരിന് ഇറങ്ങിയ ഒരു എക്സ്പ്രസ്, തൃശ്ശൂർ എക്സ്പ്രസ് എന്നാണ് പറയുക. അതിനേക്കാൾ കൂടുതൽ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അതിനേക്കാൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറയാൻ വെച്ചാൽ ഇന്നിപ്പോൾ മേജർ പത്രങ്ങളിൽ മനോരമ, മാതൃഭൂമി എന്നൊക്കെയും പറയുന്നത് ഒരു 5-8 പത്രങ്ങളും പിന്നെ ആയിരക്കണക്കിന് 10,000-കണക്കിന് പത്രങ്ങളും പത്രാധിപന്മാരാണ്. അപ്പം ആയതുകൊണ്ട് തന്നെ രഹസ്യങ്ങൾ കാസൂക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവർ ഓരോ കമ്പനികളിൽ ചെന്ന് അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം മറ്റുള്ള കമ്പനികൾ അറിയും. ആയതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെന്താ ചിന്തിക്കുന്നത് അറിയാമോ? ഇവന്മാരെ ജോലിക്കെടുത്ത് എന്തിനാ പുലിവാല് പിടിക്കുന്നത്? ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ എല്ലാവരും കരുതി വയ്ക്കുന്നത്. കോയമ്പത്തൂർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു വമ്പൻ സ്ഫോടനം ഉണ്ടായി. അന്ന് ഞാൻ കോയമ്പത്തൂരിൽ നിന്നൊരു 10-25 കിലോമീറ്റർ അപ്പുറത്ത് ആനക്കട്ടി എന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ചിലർ പറഞ്ഞു ശബ്ദം കേട്ടു, ചിലർ അതൊന്നും എനിക്കറിയില്ല, ഞാൻ കേട്ടൊന്നുമില്ല. ആ സ്ഫോടനത്തിന് ശേഷം കോയമ്പത്തൂർ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു ഇടത്തിൽ ഒരു ചെറിയൊരു അവിടെ മാത്രമേ വീട് കിട്ടുള്ളൂ. അതിൻ്റെ പുറത്ത് വീട് കിട്ടില്ല അവർക്ക്. അതിൻ്റെ പുറത്ത് കിടന്നാൽ സംശയത്തോടുകൂടി വീക്ഷിക്കുക. പിന്നെ ഇവർക്ക് ഇവരുടെ ഐഡൻറ്റിറ്റി ഉണ്ട്. ഇവിടെ കറുപ്പ് പാടുണ്ട്, ഊശാന്താടിയുണ്ട്, കണ്ടാൽ അറിയാമല്ലോ, മോഡിജി പറഞ്ഞ പോലെ. അപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സംശയമാണ്. പോലീസ് ഒന്ന് വീക്ഷിക്കും, എന്തിനാണ് ഇയാൾ കഴിഞ്ഞ് 1 മണിക്കൂറായിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിൽക്കുന്നത്? അയാളുടെ കയ്യിലുള്ള ബാഗ് വെച്ചിട്ടാണോ പോണത്, ബാഗ് കൊണ്ടാണോ പോണത്? ആകെ മൊത്തം ടോട്ടലായിട്ട് സംശയമാണ് ഇപ്പോൾ. ആ സംഭവം ഉണ്ടായതിനു ശേഷം അവിടുത്തെ വാടകയ്ക്ക് കോയമ്പത്തൂർ വീട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് മുസ്ലിം ആളുകൾക്ക്. ഇനി ബാച്ചിലേഴ്സ്, അവിടെ കോളേജിൽ പഠിക്കുന്ന ബാച്ചിലേഴ്സ് വന്നാലും അതിലൊരു മുസ്ലിം ഉണ്ടെങ്കിൽ ആ ബാച്ചിലേഴ്സിനെ മുഴുവൻ, ആ ഗ്യാങ്ങിനെ മുഴുവൻ പറഞ്ഞു വിടും. ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു വിടും. ഇവിടെ പലപ്പോഴും ഫ്ലാറ്റ് പണിയുന്ന സമയത്ത് അതിനെ ഒരു ഹിന്ദു ഫ്ലാറ്റായിട്ട് അങ്ങനെയൊക്കെയാണ് പണിതുണ്ടാക്കുന്നത്. വേറെ ആരും വരാതിരുന്ന അത്രയും സന്തോഷം എന്നുള്ള നിലയ്ക്ക്. കാരണം ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു, ഒരു ഗണപതിയുടെ പ്രതിഷ്ഠ
ഒരിക്കൽ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ എൻ്റെ അറിയാവുന്ന ആൾക്കാരുള്ള എൻ്റെ കുഴപ്പം കോളേജിൽ പഠിച്ചവരാണ്, അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ മുഖത്ത് നോക്കിയിട്ട് അതെ മുസ്ലിങ്ങൾക്ക് ഇവിടെ വീടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അതിനും നല്ലത് ഇങ്ങനെ ഒരെണ്ണം പണിതുണ്ടാക്കി കഴിഞ്ഞൊരു ഗണപതിയും പ്രതീക്ഷ പിന്നെ അവന്മാർ കയറി വരുന്നല്ലോ. പിന്നെ അവരോട് നോക്കി വർത്തമാനം പറയാൻ നിൽക്കണ്ടല്ലോ, അതിൻ്റെ പേരിലാണ് ഉണ്ടാക്കിയത്. ഇപ്പം പിന്നെ വേറൊരു കാര്യമുണ്ട്, അങ്ങനെ ഒരെണ്ണം കെട്ടിയിട്ടുണ്ടാക്കണമെങ്കിൽ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ വേണ്ടി വരും, ചെറുതാണെങ്കിൽ പോലും. പിന്നെ ഒരു വിഗ്രഹം വയ്ക്കലൊക്കെ വേണമല്ലോ, തറ കെട്ടണം. ഇപ്പം നല്ല പരിപാടിയുണ്ട്. ഒരു നിലവിളക്ക് അങ്ങോട്ട് ഒരു ചില്ലുകുണ്ടിനകത്തൊരു നിലവിളക്ക് കത്തിച്ച് വെച്ചാൽ മതി, പിന്നെ ആ ഭാഗത്തേക്ക് അടുക്കില്ല. കുരിശ് കണ്ടു കഴിഞ്ഞാൽ ചെകുത്തൻ അടുക്കില്ല എന്ന് പറഞ്ഞ പോലെ നിലവിളക്ക് കണ്ടു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ അടുത്തേക്ക് അടുക്കില്ല. മുസ്ലിം ലീഗിൻ്റെ ഞാൻ പിന്നെ വീണ്ടും വീണ്ടും മുസ്ലിം എന്ന് പറയുന്ന സമയത്ത് ഈ ലോകത്തിലുള്ള കൊളംബിയയിലും ഓസ്ട്രേലിയയിലും തായ്ലൻഡിലും ഇന്തോനേഷ്യയിലും ഉള്ള മുസ്ലിങ്ങളുടെ കാര്യമല്ല പറയണത്. ഇവിടെയുള്ള ഈ ലീഗോളികൾ മതയോളികൾ അവരുടെ കാര്യമാണ് പറയുന്നത്. തീവ്ര സ്വഭാവമുള്ള മുസ്ലിങ്ങൾ, അത് മുസ്ലിങ്ങൾക്ക് പലർക്കും തീവ്ര സ്വഭാവം ഉണ്ടോ, തീവ്രവാദികളായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള തീവ്രവാദികൾ അവരോടാണ് പറയുന്നത്. 10-20 പേര് കൂടി നടന്നു പോകുന്ന സമയത്ത് മുടന്തുകാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ലല്ലോ, മുടന്തുകാലം മാത്രം തിരിഞ്ഞു നോക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് പിന്നെ എപ്പോൾ പറയുമ്പോഴും തീവ്രവാദികളായിട്ടുള്ള മുസ്ലിം ലീഗുകാരായിട്ടുള്ള മുസ്ലിങ്ങൾ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. മുസ്ലിങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന ആൾക്കാരെ അത് മനസ്സിലാക്കിക്കോളൂ, അത്ര മാത്രം. അത് മനസ്സിലാക്കാൻ കഴിവുള്ളവർ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർ. ഏതായാലും എന്തൊരു കാര്യം പറയുമ്പോഴും ഇവരാവശ്യമില്ലാതെ അവരുടെ ഐഡൻറ്റിറ്റി വെളിവാക്കുന്നൊരു പരിപാടിയുണ്ട്. എന്തൊരു കാര്യം പറയുമ്പോഴും പുട്ടിന് പേരിടുന്ന പോലെ ഞങ്ങളുടെ കിതാബിൽ അങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ കിതാബിൽ ഇങ്ങനെ പറഞ്ഞു. പടച്ചവനത് പൊറുക്കില്ല, എല്ലാം പടച്ചവൻ്റെ കയ്യിലല്ലേ. എൻ്റെ ആയുസ്സിനെക്കുറിച്ച് പോലും ഇങ്ങനെ സംസാരിച്ചാൽ പടച്ചവൻ സ്വാമിയുടെ ആയുസ് കുറച്ച് കളയുന്നു. സത്യത്തിൽ എനിക്കൊരു ശിക്ഷ, എന്നെ എപ്പോഴാണ് ജനിപ്പിക്കേണ്ടത്, എവിടേക്ക് വളർത്തണം, എപ്പോഴാണ് എൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം ഈ മുസ്ലിം പടച്ചവൻ്റെ കയ്യിൽ. ഞങ്ങളുടെ പടച്ചവൻ ബ്രഹ്മാവ് അല്ലെങ്കിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരൊക്കെയാണ്, തത്വം ബ്രഹ്മമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്കൊന്നും ഈ മുസ്ലിം പടച്ചവൻ അടുക്കില്ല. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഈ സ്വാമി ഒന്ന് ശിക്ഷിക്കണമെന്ന് വയ്ക്കുമ്പോൾ നിങ്ങളുടെ പടച്ചവനോട് നിങ്ങളൊന്ന് പറ, അയാളൊരു 120 വർഷം അങ്ങോട്ട് ജീവിപ്പിക്കാൻ എങ്ങനെയുണ്ടാവും? പറഞ്ഞ് വടിയും കുത്തിപ്പിടിച്ച് അതും പറ്റില്ല. ആരെയും തോളത്ത് കഴിയിട്ട് ഇങ്ങനെ ശവം കൊണ്ടുപോകണം 120 വയസ്സാകുമ്പോൾ അതല്ലടോ ശിക്ഷ. ഈ സമയത്ത് ഇപ്പോഴും നല്ലൊരു പെൺകുട്ടി കണ്ടു കഴിഞ്ഞാൽ ഇടയ്ക്കടി കാലത്ത് തന്നെ ഇറങ്ങി പുറപ്പെട്ടുണ്ടല്ലോ, ഒന്ന് പോ സ്വാമി, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് പോയ്യ എന്ന് പറയുന്ന രീതിയിൽ ഒരു സാമൂഹ്യ ബന്ധം വെച്ച് പുലർത്തും ഞാൻ. ഞാൻ ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ സ്വരൂപമാണ്, ഈ സ്വരൂപത്തിൽ വെച്ചാൽ മരിക്കുക ഞാൻ. ഇപ്പോൾ പ്രേം നസീറിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ആ സിനിമ പാട്ടുണ്ടല്ലോ, അയാളത് ലക്ഷാർച്ചന കണ്ടു എന്നിട്ട് ആ ജയഭാരതിയുടെ ഒപ്പം ഓടി നടക്കുന്ന പ്രേം നസീർ, അതല്ലേ നിങ്ങളുടെ മനസ്സിൽ? നേരെ മറിച്ച് പ്രേം നസീർ 20 ജീവിച്ചിരുന്നോ ഞാൻ സിനിമയിൽ അഭിനയിച്ചിരുന്ന എന്ന് പറയില്ലേ? ആയതുകൊണ്ട് തന്നെ ഇങ്ങടെ പടച്ചോനോട് പറ ആ സ്വാമിയെ ഇപ്പോൾ അങ്ങോട്ട് അവസാനിപ്പിക്കാൻ. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളല്ലെങ്കിൽ ഇവിടുന്ന് പോണല്ലോ, ആരാണെങ്കിലും പോണമല്ലോ. പോക്കല്ല, ശരീരം വിട്ട് നമ്മൾ സ്വതന്ത്രരാകുന്നു. പറ്റുമോ നാളെ നിങ്ങളുടെ പടച്ചവനോട് പറയാൻ? ഞങ്ങളുടെ പടച്ചവനോടൊന്നും ഞങ്ങൾ പറഞ്ഞാൽ അവിടെ കേൾക്കാൻ പോകില്ല. അവിടെ എന്തോ ആവട്ടെ, അതൊക്കെ പറഞ്ഞു വരുന്നത് ഇതര സമൂഹങ്ങൾ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും, അവർ വർത്തമാനം പറയുന്ന സമയത്ത് ഒരു ക്രിസ്ത്യാനി വർത്തമാനം പറയുമ്പോൾ ബൈബിളിക് വചനങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. ഈ പെന്തക്കോസുകാർ ചിലപ്പോൾ പറയും, ഇപ്പോൾ ഔസപ്പേ നിങ്ങളുടെ മകനിപ്പോൾ എവിടെയാ? അവൻ ചെകുത്താൻ്റെ കൂടാരത്തിലാണ് എന്നൊക്കെ പറഞ്ഞു കളയവൻ. അല്ല, അദ്ദേഹം പറയും, കാരണം അവൻ ഇതൊക്കെ വലിച്ചുകൊണ്ട് നടക്കത്ര പിള്ളേരപ്പോൾ അവൻ ചെകുത്താൻ്റെ കൂടാരത്തിലാണ്, അവൻ തിരിച്ചു വരുമെന്ന് അവർ എപ്പോഴും അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അത് ചെറിയ വിഭാഗം മാത്രമാണ് തലയ്ക്ക് പട്ട്. പക്ഷേ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട വലിയൊരു കൂട്ടം ആൾക്കാരുടെ മൊത്തം
അവരെ വായിൽ കൂടെയാണ് ഇതുവരെ മറ്റേ വിശുദ്ധ ഖുറാൻ ആ ആയത്തിനുള്ള ദിവസം അത് ഞങ്ങളുടെ പടച്ചോൻ അങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ പടച്ചോൻ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ പടച്ചോൻ ഇങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെയും പറഞ്ഞ് ഒരു ക്രിസ്ത്യാനിയുടെ കടയിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വ്യാപാര സമുച്ചയത്തിൽ, അല്ലെങ്കിൽ ഒരു മാള്, നമ്മുടെ യൂസഫ് അലി സാഹിബിൻ്റെ പോലത്തെ വലിയൊരു മാൾ, അവിടെ കയറി കഴിഞ്ഞാൽ അവിടെ ഹിന്ദു ദൈവത്തിൻ്റെ ഒരു ഫോട്ടോ, യേശു ക്രിസ്തുവിൻ്റെ ഒരു ഫോട്ടോ, അതിനപ്പുറത്ത് മക്കയുടെ ഒരു ഫോട്ടോയും കാണാം. പക്ഷേ ഏതെങ്കിലും മുസ്ലിം കടയിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോ വയ്ക്കുമോ? ഞങ്ങൾ സംതിങ് സ്പെഷ്യലാണ്. ഗുരുവായൂരിൽ എലൈറ്റ് ഇൻ്റർനാഷണൽ വാങ്ങിച്ചത് അബൂബക്കർ എന്ന ഒരാളാണ്. ഇപ്പം അറിയില്ല, എനിക്കറിയില്ല. അവിടെയുള്ള എല്ലായിടത്തും മാറ്റിയിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ മുമ്പിൽ കളഭം, ചന്ദനം, കുങ്കുമം, പനിനീര്, ഏകദേശം 7 അടിയോളം ഉയരമുള്ള 6 അടി ഉയരമുള്ള, ഇങ്ങനെ വേണം വിളക്ക് കൊളുത്താൻ, അങ്ങനെ ഒരു സ്വർണം കൊണ്ടല്ല, സ്വർണം പൂശിയിട്ടുള്ള നിലവിളക്ക്, പിന്നെ ശ്രീകൃഷ്ണൻ്റെ 16,000 ഫോട്ടോസ്, എല്ലാത്തിനും പുതുപുത്തൻ മാലകൾ, ചന്ദനത്തിൽ എപ്പോഴും കത്തിച്ചു വയ്ക്കുന്നു. ഇത് മുസ്ലിങ്ങളുടെ എല്ലാം അറിയിക്കാൻ വേണ്ടിയിട്ട് ആയാൽ എന്താ കുഴപ്പം? ഹിന്ദുക്കൾക്കൊരു കുഴപ്പമില്ല. നമ്മുടെ തൃശ്ശൂർ സഫയർ ഹോട്ടലുണ്ട്. ഈ ബിരിയാണി, മുട്ട ബിരിയാണി, ചിക്കൻ ബിരിയാണി കഴിക്കണമെങ്കിൽ അവിടെയുള്ള സകല ആൾക്കാർ, ഹിന്ദുക്കളെല്ലാവരും സഫയറിലേക്കാണ് പോകുക. കാരണം അവിടുത്തെ വൃത്തിയും വെടുപ്പും, അവരാ മറ്റേ ഗ്ലാസ് അങ്ങോട്ട് നമ്മുടെ കൺമുമ്പിൽ കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ തിരുപ്പതിയാവും എന്ന് പറയില്ലേ, നമ്മുടെ സലീം ഗോര് പറഞ്ഞില്ലേ, തിരുപ്പതിയാകും അവർ വസ്ത്രം. ഇന്ന് മാനേജറായിട്ടിരിക്കുന്ന ആൾ നാളെ സപ്ലയറാണ്, നാളെ സപ്ലയറായിട്ടിരിക്കുന്ന ആൾ മറ്റന്നാൾ. മാത്രമല്ല അവരുടെ ബിരിയാണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ അത്, ഇത്, മറ്റത്, മറിച്ചത്, പപ്പടം ഒന്നുമില്ല, ബിരിയാണി, അതിൻ്റെ മേലെ മുട്ട, അത്രമാത്രം. പക്ഷേ ആരോ പറഞ്ഞു, അന്നുണ്ടല്ലോ ഈ അലവലാദികൾ, അവർ ആ പ്ലേറ്റിൻ്റെ അതിൽ കറുപ്പൊട്ടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആഹാരം കഴിച്ചാൽ രണ്ടാമത് കഴിക്കും. അതതിൻ്റെ അവിടുത്തെ മൊത്തത്തിലുള്ള അന്തസ്സാണ്. അവർ ആ ക്ലീൻലിനെസ്, ഒരു ഈച്ചയെ പോലും അവിടെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല. ഹോട്ടലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മുസ്ലിങ്ങളുടെ കടയാണോ, മുസ്ലിം ബിരിയാണിയാണോ, ഹിന്ദു ബിരിയാണിയാണോ, നായർ ബിരിയാണിയാണോ ആരെങ്കിലും നോക്കുന്നുണ്ടോ? പക്ഷെ പലർക്കും അത് സംശയമാണ്. ഇവരായിട്ട് തന്നെ അവരുടെ കാല് കെട്ടിയിടുകയാണ്. ഇവരായിട്ട് തന്നെ കൂപത്തിലേക്ക് കിണറ്റിയെടുത്ത് ചാടുകയാണ്. എന്നിട്ട് കൂപത്തിലെ മണ്ടുവായിട്ട് കെടുക്കുകയാണ്. ഒരു മതസൗഹാർദ്ദ സമ്മേളനം പന്മന എന്ന സ്ഥലത്താണ് ഒരു മതസൗഹാർദ്ദ സമ്മേളനം. അതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് അവിടെ ആ കാര്യങ്ങൾ നടത്താൻ വേണ്ടി അയാൾ അമേരിക്കയിലോ മറ്റോണ്. അപ്പോൾ അതിന് കുറേ പൈസയും കൊടുത്തപ്പോൾ, എന്നാൽ നിങ്ങൾ തന്നെ എൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കാനോ മറ്റോ പറഞ്ഞു, പ്രസംഗത്തിനോ ഉദ്ഘാടനത്തിനോ മറ്റോ. അങ്ങനെ ഒത്തിരി ബുദ്ധിജീവിയാണ്, കുറച്ച് വിഘടനമാണ്. അങ്ങനെ വന്നിട്ട് തുടക്കത്തിൽ പറയുകയാണ്, ഞാനിവിടെ മതസൗഹാർദ്ദ സമ്മേളനമാണല്ലോ, ഇവിടെ സ്വാമിജി ഇരിക്കുന്നുണ്ട്, ഉസ്താദ് ഇരിക്കുന്നുണ്ട്, നമ്മുടെ പള്ളിയിലെ ഫാദർ ഇരിക്കുന്നുണ്ട്, ഞാനിവിടെ ഹരേ കൃഷ്ണ എന്ന് വിളിക്കാൻ പോവുക. അപ്പോൾ അവിടെ ഇരിക്കുന്ന പള്ളിയിലച്ഛൻ അത് ഏറ്റു പറയും. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ പറഞ്ഞു, ഹരേ കൃഷ്ണ. ഉടനെ പള്ളിയിൽ അച്ഛൻ എഴുന്നേറ്റെന്ന് ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞു. നാട്ടുകാർ മുഴുവൻ ഏറ്റു പറഞ്ഞു. ഓക്കെ. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ അല്ലാഹു അക്ബർ എന്ന് പറയാൻ പോവുകയാണ്. അതിവിടെ ഇരിക്കുന്ന സ്വാമി ഹിന്ദു സന്യാസിയാണ്, അദ്ദേഹം ഏറ്റു പറയും. ഇത് മതസൗഹാർദ്ദ സമ്മേളനമാണല്ലോ, അപ്പോൾ നിങ്ങളൊക്കെ ഏറ്റു പറയണം. സന്യാസി അപ്പനെ പറഞ്ഞു അല്ലാഹു അക്ബർ. ഇതൊക്കെ ഒരു പ്രാവശ്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു പ്രാവശ്യമല്ല പറയേണ്ടത്, 3 വട്ടം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു രോമം കൊഴിഞ്ഞു പോയില്ല. നാട്ടുകാരും കൂടെ ഒപ്പം വിളിച്ചു. നല്ല കാര്യം. അതോടുകൂടി ആ കാര്യം ശുഭമായി എന്നാണ് വരുന്നത്. അല്ല, അതിനുശേഷം പറഞ്ഞു, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് ആ അറ്റത്തിരിക്കുന്ന ഉസ്താദ് പറയണം. ഞാൻ പറയും, ഉസ്താദ് റിപ്പീറ്റ് ചെയ്യും, നമ്മളെല്ലാവരും റിപ്പീറ്റ് ചെയ്യണം. ആ സമയത്ത് ഉസ്താദ് എഴുന്നേറ്റെന്ന് പറയാണ്, സുഹൃത്തെ, അത് ഞങ്ങളുടെ ദീനിനെതിരാണ്. പച്ചത്രീ ഭരണമുണ്ട്, കുഴപ്പമില്ല. പച്ചത്രീ ഭരണമുണ്ട് ഈ തനി തെമ്മാടികൾക്ക് കുഴപ്പമില്ല. പച്ചത്രീ എത്ര വേണമെങ്കിൽ പറയാം. വെള്ളാപ്പള്ളി തെമ്മാടി, സുകുമാര തെമ്മാടി, ഏതവനാട സുകുമാരൻ, ഏതവനാട വെള്ളാപ്പള്ളി, അതൊക്കെയും പറയാം.
ഞങ്ങൾ ഭരിക്കും കേരളത്തിൽ, ലീഗ് ഭരിക്കും കേരളത്തിൽ, ലീഗ് പറയുന്ന നിയമങ്ങൾ എല്ലാ തെമ്മാടിത്തരങ്ങളും വായ കൂടെ അപ്പി തൂറാൻ മടിയില്ല. പക്ഷേ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പറയുമ്പോൾ അത് ഞങ്ങളുടെ ദീനിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനി കൂടുതൽ ഇവിടെ നിൽക്കുന്നില്ല. ഉദ്ഘാടനം ഏതായാലും നാടമുറച്ച് നടത്തിയല്ലോ, ഞാൻ നിൽക്കുന്നില്ല. ആ സദസ്സിൽ നിന്ന് ഉദ്ഘാടനം ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉദ്ഘാടനം കഴിഞ്ഞല്ലോ, എല്ലാവർക്കും സന്തോഷമായില്ലേ, മതസൗഹാർദ്ദം പൂത്തുലയട്ടെ, മതസൗഹാർദ്ദം ഹിമാലയൻ കൊടുമുടികളിൽ മേലെ കയറിപ്പോട്ടെ, ഞാൻ ഏതായാലും പോണു വെച്ചിട്ട് അയാൾ ഇറങ്ങിപ്പോയത്. ഇതാണ് സ്ഥിതി. ഒന്നിനോടും ഇണങ്ങിച്ചേരാത്തൊരു സ്വഭാവം ഇപ്പോഴും മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സമീപകാലത്തായിട്ട് ആ ഒരു വൈകൃതം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മതം പറഞ്ഞ് ഭീകരവാദത്തെ പുകഴ്ത്തി, താലിബാനിസത്തെ പുകഴ്ത്തി, ഹമാസിനെ പുകഴ്ത്തി അവർ സമൂഹത്തിൽ നിന്ന് അകന്ന് പോവുകയാണ്, ഒറ്റപ്പെട്ടു പോവുകയാണ്. മുസ്ലിങ്ങളെ സംശയത്തോടുകൂടി വീക്ഷിക്കുകയാണ്, ഒപ്പം ഭയത്തോടു കൂടിയും വീക്ഷിക്കുകയാണ്. ഞാനൊരിക്കൽ ചെന്നൈ എയർപോർട്ടിലിരിക്കുന്ന സമയത്ത് എവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ മുമ്പിലത്തെ സീറ്റിൽ 1-2 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഒരു കുട്ടി, ചെറിയ കുട്ടിയാണ്, 2-3 വയസ്സോ 3 ഇത്രയോ സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ LKG UKG ഒക്കെ ആയിരിക്കും. അതിൻ്റെ മുമ്പിൽ കുറേ ചാക്കുമൂടികൾ ഇരിക്കുന്നുണ്ട്. ഇവൻ എന്ത് ചെയ്ത് അങ്ങോട്ട് തിരിയില്ല, അവൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ടേ ഇരിക്കുള്ളൂ. അവൻ്റെ അമ്മയോട് പറഞ്ഞത്, അമ്മ ഗോസ്റ്റ്സ് ചെകുത്താന്മാരി ഇരിക്കണമെന്ന്. ഈ ചാക്കുമുടി പെണ്ണുങ്ങളെ കണ്ടിട്ട് ചെകുത്താന്മാരി ഇരിക്കണമെന്ന് അവന് പേടി. എന്തിനാ അതൊക്കെ വരുത്തി വെക്കുന്നത്? ഇവർക്ക് 3 ആസ്പെക്റ്റുകളാണുള്ളത്. ഒന്ന് വീരവാദം, ഒന്ന് തീവ്രവാദം, ഒന്ന് എരവാദം. ഇത് 3 നടക്കാത്തൊരു കമ്പനിയുണ്ട്, അതാണ് RSS. അവരുടെ മുമ്പിൽ ഈ പരിപാടിയൊന്നും നടക്കില്ല. അവരുടെ മുമ്പിൽ വീരവാദം മുഴക്കിയാലും തീവ്രവാദം മുഴക്കിയാലും എരവാദം മുഴക്കിയാലും അടിയായിരിക്കും. അത് കാണുന്നുണ്ടല്ലോ. ഇപ്പം കൈകാലം പിടിച്ച് നടക്കുകയാണ്. കേരളത്തിലെ ഭരണം ആർക്ക് വേണ്ടിയിട്ടാണ്? ഇവർ വീരവാദം മുഴക്കിയിട്ട് വളരെ സ്വച്ഛമായിട്ട് കിടന്നിരുന്ന ഇസ്രായേൽ അവിടെ കയറിയിട്ട് വലിയ രൂപത്തിൽ പ്രകോപിപ്പിച്ചു. കുറേ മിസൈൽ അങ്ങോട്ട് അയച്ചു, 10,000 മിസൈൽ അയച്ചു. കുറേ ആൾക്കാരെ കൊന്നൊടുക്കി, കുറേ ആൾക്കാരെ പിടിച്ചു കൊണ്ടുവന്ന് തുരങ്കത്തിൽ ഒളിപ്പിച്ച് ജീവച്ഛവങ്ങളാക്കി മാറ്റി. വീരവാദം മുഴക്കി ഇസ്രായേലിൽ കടന്ന് തീവ്രവാദം നടത്തി. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ലോകം കാണാത്ത രീതിയിലാണ് ഒരു നാടിനെ, ഗാസയെ ഭസ്മമാക്കി കളഞ്ഞു. അപ്പം പിന്നെ വരുന്ന എന്താ? അയ്യോ കാണിക്കുന്നത് കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാവോ? എരവാദം. GCC രാജ്യങ്ങളും സൗദി, UAE, ഖത്തർ, ബഹ്റിൻ, കുവൈറ്റ് ഇവരെല്ലാവരും അമേരിക്ക എന്ന ഉമ്മാക്കി കാണിച്ച് നിൽക്കവയ്യ പേര് അർജുനൻ, കുറച്ച് ഡെക്കറേഷൻ്റെ മാത്രമുള്ള ആയൊരു ബുർജ് ഖലീഫയുണ്ട്, ഒരു എണ്ണയും കിട്ടുന്നുണ്ട്. എത്ര കാലത്തേക്ക്? അപ്പോൾ ഏതായാലും എണ്ണ ബിസിനസ്സൊക്കെ അവസാനിക്കാൻ പോവാക്കി. മറ്റേ സോളാറാണ് ഇപ്പോൾ. ഇലോൺ മസ്ക് വന്നതിന് ശേഷമൊക്കെ സോളാറാ, കാറ് സോളാറാ, ബസ് സോളാറാ. അങ്ങനെ അത് പിന്നെ അവസാനിക്കില്ലല്ലോ. സൂര്യൻ അവസാനിക്കില്ല എന്നുള്ളതല്ല, എത്ര 100 കോടി കൊല്ലം കഴിയുമ്പോൾ അവിടെ പിന്നെ നമ്മളുണ്ടാവില്ല അല്ലേ. എനിവേ, ഈ അമേരിക്ക എന്ന ഉമ്മാക്കി കാണിച്ചുകൊണ്ടാണ് ഇറാനെ ഭയപ്പെടുത്താൻ ശ്രമിച്ചത്. അവിടെയും കാണാൻ വീരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ത്രെഡുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ഇറാൻ്റെ ശക്തി മനസ്സിലാക്കിയപ്പോൾ ഇന്നലെ വന്ന ഒരു വാർത്തയാണ്, $1000 കോടി UAE ഇറാന് കൊടുക്കാൻ പോകണമെന്ന്. കരച്ചിലും കാലുപിടുത്തവും തന്നെ. അതുതന്നെയാണ് എരവാദം. ഇവിടെ ബാംഗ്ലൂരിൽ ഇൻ്റർവ്യൂ നടത്താൻ പോലും, മുസ്ലിമല്ലേ, ഇൻ്റർവ്യൂവിന് വരണ്ട, അതിൻ്റെ പേരിലപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇത്രയും പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനൊരു പോസ്റ്റ് ഇടേണ്ടി വന്ന് എന്തുകൊണ്ടാണ്? ആരാ ചിന്തിക്കേണ്ടത്? മുസ്ലിങ്ങൾ ചിന്തിക്കണം. അടുത്ത കാലത്തായിട്ട് നിങ്ങൾ
ആ വന്ദേ മാതരം മാത്രമല്ല, വന്ദേ അല്ല അതെ, ആ വന്ദേ മാതരം അത് ഞങ്ങൾ പാടൂല്ല. മുമ്പ് പറഞ്ഞ പോലെ പച്ചത്തെറി പറയാൻ അവർക്ക് മടിയില്ല, പച്ചത്തെറി പറയാൻ മടിയില്ല, വന്ദേ മാതരം പറയാൻ മടിയാ. ഇവനിക്ക് എന്താ ചെയ്യണ്ടേ? ഇവനിക്ക് വല്ല നല്ല കുരിച്ച് നിർത്തിയിട്ട് നല്ല ചോറിലോണ്ട് 108 അടി അങ്ങോട്ട് വെച്ച് കൊടുക്കണം. ചെല്ലട വന്ദേമാരൻ അത് RSR ചെയ്യുന്നതിന് നമുക്ക് 10,000 വട്ടം റൈറ്റ് മാർക്കിട്ട് കൊടുക്കാം. ഇപ്പോൾ ഭരണഘടനയെ അതുപോലെ ജനാധിപത്യ മൂല്യങ്ങളെ ഈ സമൂഹത്തിലുള്ള ഒരു ഇക്വിലിബ്രിയം ഇതിലേക്ക് വെല്ലുവിളിക്കുക ചെയ്യുന്നത്. ആ ടാറ്റ കൺസൾട്ടൻസിയിൽ വേറെ ഒന്നുകൂടിയുണ്ട്, ഏതൊരു കമ്പനിയാണ്, അവിടേക്ക് നടക്കുന്ന സംഭവങ്ങൾ. എന്തിനാണ് ഇവർ ഈ ചായം തേച്ച് മുസ്ലിങ്ങളെ സൃഷ്ടിക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ വ്യവസ്ഥാപിത രീതികളുണ്ടല്ലോ, നിങ്ങൾ ഗവൺമെൻറ്റിനെ സമീപിക്കാമല്ലോ. ഇത് നീലമല പൂങ്കുയിലേ നീ കൂടെ പോരാമോ, അങ്ങനെ പിടിച്ചു കൊണ്ടുപോവുക. എന്നിട്ട് ഇപ്പം തെരുവത്തെ ആരിഫ് തെരുവത്തിൻ്റെ ഒരു ഇത് ഞാൻ കേട്ടു. അദ്ദേഹത്തിൻ്റെ ഒരു പെൺകുട്ടി, പൊന്നാലിൻ്റെ വീട്ടിലെ ഹിന്ദു പെൺകുട്ടിയാണ്, അത് പോയിട്ട് കല്യാണം കഴിച്ച് മറ്റേ മുസ്ലിമായി. തെരുവത്ത് ചോദിക്കേണ്ടത് എന്തായി? അവർ മറുപടി പറഞ്ഞത് ഇതാണ്, വേണ്ടാന്നായി. അപ്പോൾ ഇപ്പം അകത്തോ പുറത്തോ ഒന്നും പറയാൻ പറ്റില്ല, ആകെ ബുദ്ധിമുട്ടുള്ള അതിൻ്റെ ഫുള്ള് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ അനാവശ്യം, എന്തിനാണ് ഇങ്ങനെ ആളുകളെ സൃഷ്ടിക്കുന്നത്? എണ്ണം കൊണ്ടാണോ ഇസ്ലാമിനെ മേലോട്ട് കയറ്റേണ്ടത്, അതോ ഗുണം കൊണ്ടോ? ചിന്തിക്കേണ്ട വിഷയമാണത്. ഒരു പോത്തിനെ ഒറ്റയ്ക്കേണ്ട, പോത്തിനെ ചവിട്ട് പിഴി ചോദിക്കും, ഞങ്ങളുടെ ഒപ്പം പോരണോ, ഹിദായത്ത് കിട്ടും. ടാറ്റയിലേക്ക് നടന്ന ജിഹാദ് പരിപാടികളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ ഇത്തസംഭവം ഇന്ത്യയുടെ ആ ഒരു മതേതരത്വ ഭാവനയ്ക്ക് എതിരാണ്, രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് ഇവർ സ്വീകരിക്കുന്നത്. ആയതുകൊണ്ട് മറ്റുള്ള സമൂഹങ്ങളും അവർ മാറി ചിന്തിക്കുകയാണ്. എങ്ങനെയാണ് മാറി ചിന്തിക്കാതിരിക്കുക? പുതിയ പല സ്ഥലങ്ങളിലും കാണുന്ന രീതിയാണത്. ജോലിക്ക് ഏതൊരു മുസ്ലിമിനെ ഇവിടെ ജോലിക്ക് കയറ്റിയാൽ പിറ്റേ ദിവസം അവിടെ ഒരു അടിച്ചുവാരൻ്റെ ജോലി ഉണ്ടെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീയെ വിളിച്ചു കൊണ്ടുവരും. പിന്നെ ഒരു ടൈപ്പിസ്റ്റിൻ്റെ ജോലി ഉണ്ടെങ്കിൽ മുസ്ലിമെ വിളിച്ചു കൊണ്ടുവരും. മിടുക്കനാ, കുറച്ച് ശമ്പളം കൊടുത്താൽ മതി. എങ്ങനെയും കുത്തി കയറ്റുകയാണ് ഇവിടെ. പിന്നെ അവിടെ വേക്കൻസി ഉണ്ടായാൽ ഉടനെ ഇവരെ പിടിച്ച് കയറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു പരിധി കഴിയുമ്പോഴാണ് കമ്പനി മുതലാളിമാർ മനസ്സിലാക്കുക, അത് ശരി, അവരാദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, നമുക്ക് നല്ലൊരു അരിവെപ്പുകാരനെ വേണമല്ലോ ഇവിടുത്തെ സ്റ്റാഫിനെ അരി വയ്ക്കാൻ. ആ ഞങ്ങളുടെ കയ്യിലുണ്ട്, കൊണ്ടുവന്നു. ഒക്കെ വയ്ക്കാൻ അറിയാം. എന്താ പ്രധാനമായിട്ട് വയ്ക്കാൻ അറിയാം? ചിക്കൻ ബിരിയാണി, മുട്ട ബിരിയാണി, പത്തിരി, ചോറ് വയ്ക്കാൻ അറിയോ? അതും ചെയ്യാം എന്നുള്ള രീതിയിൽ. എന്താ പേര്? ഷെറീഫ്. എന്താ പേര്? സിദ്ദിഖ്. അസ്മാദികളെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഇവരുടെ കടകളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ എന്തിനാ അറിയാം, മന്ത്രിമാരുണ്ട്, മുസ്ലിം മന്ത്രിമാരുണ്ട്. അവർ ഓഫീസിൻ്റെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ ഈ ബോർഡുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിൽ മുഴുവൻ ആ അറ്റം മുതൽ ഒരു 15 ബോർഡും ഇവരുടെ ആൾക്കാരാണ്. അതൊക്കെ വാസ്തവത്തിൽ അവർക്ക് തന്നെ പാരയായിട്ട് മാറുന്ന അവസ്ഥയാണത്. വാസ്തവത്തിൽ മതത്തെ ഒരു കൂപമാക്കി മാറ്റുക, മതത്തെ ഒരു പൊട്ടക്കിണറാക്കി മാറ്റുക, എന്നിട്ട് അതിനകത്ത് ചാടി കൂപമണ്ഡൂകമായിട്ട് വസിക്കുവാനാണ് ഭൂരിഭാഗം മുസ്ലിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അവർ നോക്കുമ്പോൾ എന്താ, കുഴൽ വെച്ച് നോക്കുന്ന പോലെ ആകാശം താവട്ടത്തിൽ കാണാം, അത്രേ ഉള്ളൂ ലോകം എന്ന് അവർ കരുതുന്നത്. അവിടെ ആരൊക്കെയുള്ളത്? ഞാൻ, പിന്നാരാ, പിന്നെ ഞാൻ, പിന്നാരാ, ഞാൻ, പിന്നെ ആരുമില്ല. ലോകം കാണാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല എന്ന് സാരം. കൂപങ്ങളിൽ ചാടിയിട്ട് കൂപമണ്ഡൂകമായിട്ട് വസിക്കുവാനാണ് ഭൂരിഭാഗം മുസ്ലിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. പിന്നെ എങ്ങനെയാണ് അവരെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുക? നിങ്ങൾ പറയുക. ഇന്നും സലാം മടക്കാത്ത ആളുകൾ മുസ്ലിം സമൂഹത്തിലുണ്ട്. ഇതര മതവിഭാഗങ്ങളിലുള്ളവർക്ക് സലാം മടക്കുന്നില്ലെങ്കിൽ പോട്ടെ, അതിന് ന്യായീകരണം കണ്ടെത്താം. പക്ഷെ ഇപ്പോൾ കണ്ടുവരുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ വിവിധ ഗ്രൂപ്പുകൾ തമ്മിൽ സലാം മടക്കുന്നില്ല, അടിയാണ്. ഞാൻ വിചാരിച്ചത് നായർ, ഈഴവ അങ്ങനെയുള്ള ജാതികൾ തമ്മിലുള്ള ജാതി സ്പർദ്ധ കേട്ടിട്ടുണ്ട്.
പക്ഷേ മുസ്ലിങ്ങൾ അങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിം, അത്രയേ ഉള്ളൂ. അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ചിന്തിക്കാൻ നോക്കിയപ്പോഴുള്ള സ്ഥിതി അയ്യോ, ഹിന്ദുക്കൾ എത്ര ഭേദമാണ് വാസ്തവത്തിൽ. ഒരു ആലപ്പുഴ ഒരു പപ്പടം പോലെ ഒരു വെള്ളപ്പപ്പടം തലയിൽ ഒട്ടിച്ച് കിടക്കുന്ന ഒരു തെണ്ടിയുണ്ട്. അവൻ്റെ പേര് മദനി എന്നാണ്. അവിടെ ജയിലിൽ പോയ മറ്റേ മദനിയല്ല, അങ്ങനെയല്ല കേട്ടോ, അദ്ദേഹം വയ്യാതിരിക്കുകയാണ്. ഇതൊരു പൗഡർ കുട്ടപ്പൻ. അവൻ ഈ ഇവിടെയുള്ള സകല ഗ്രൂപ്പുകളെ അവൻ കുറ്റം പറയും. ഒരു കുറ്റവും കാണാത്ത എന്നിട്ട് പറയും ദീനിൽ അത് എഴുതിയിട്ടില്ല, ആയത്തുകളില്ല, ഹദീസിലില്ല, പടച്ചവനത് പറഞ്ഞിട്ടില്ല, ഏത് ഇസ്ലാം വിരുദ്ധമാണ്, മുസ്ലിം വിരുദ്ധമാണ്. ഇതാണ്ട് സ്ഥിരം അവൻ്റെ ഇതാണ്. എനിക്കെതിരെ അവൻ കുറേ വീഡിയോ ഇട്ടുണ്ട്. ഞാൻ RS കാരനാണ്. ഇപ്പോൾ പറയാൻ പറ്റണ്ട, കാരണം എന്താ, ഞാൻ RS കാരനാണ്, തേർഡ് OTC കഴിഞ്ഞവനാ എന്ന് ഞാൻ തന്നെ വിളംബരം ചെയ്തു. അപ്പോൾ മുജിയില്ലേ, ഇവരെല്ലാം മുസ്ലിം ഗ്രൂപ്പുകളെയും കുറ്റം പറയും. എന്നിട്ട് അതിലൊരാൾ അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുക, നമ്മുടെ മുടിക്കച്ചവടക്കാരൻ മാത്രമാണല്ലേ നമ്പർ 1 ബെസ്റ്റ്. മുടിക്കച്ചവടം, മുടി മുക്കിയ വെള്ളം ആളുകൾക്ക് കൊടുത്ത് ക്യാൻസർ മാറ്റുന്നു, ഹാർട്ട് അറ്റാക്ക് മാറ്റുന്നു, കിഡ്നി ട്രബിൾ മാറ്റുന്നു. അതൊക്കെയും ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് ഞാൻ കണ്ടു. രണ്ടാമത്തെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നോക്കിയപ്പോൾ അപ്പോഴേ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഹലാലാണ്, ഹലാൽ നോൺ ഹലാൽ. ഈ അടുത്ത കാലത്ത് പാലക്കാട് ആരംഭിച്ച ഒരു ജിംനേഷ്യം, അതും ഹലാൽ ജിംനേഷ്യമാണ് അത്രേ, ഇസ്ലാമിക ജിംനേഷ്യം. ഇതൊക്കെയും എന്തുണ്ടാവുമെന്നറിയാമോ? ഇനി കുറച്ച് കഴിയുമ്പോൾ ഹിന്ദു ജിംനേഷ്യം വരും, ഓംകാര ജിംനേഷ്യം, പരമശിവ ജിംനേഷ്യം വരും, ക്രൈസ്തവരുടെ ജിംനേഷ്യം വരും. പണ്ട് സംപൂജ്യ സ്വാമികൾ ചേങ്കോട്ട് കോണം സത്യാനന്ദ സരസ്വതി മഹാരാജ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇവിടെ സ്മരണീയമാണ്. ഹിന്ദുക്കളെല്ലാം ഹിന്ദുക്കളുടെ കടയിൽ നിന്ന് മാത്രമേ, സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ കൊടുക്കൽ വാങ്ങൽ നടത്താൻ പാടുള്ളൂ. അന്നതനുസരിക്കാൻ ഹിന്ദുക്കൾ തയ്യാറില്ല. അവരുടെ അവർ ഒരു മതേതര മനസ്സുള്ളത്. അവർ നോക്കുമ്പോൾ ഹിന്ദുവിനെല്ലാം മാത്രമല്ല കാണുക, അവർ വിശാലമായിട്ട് നോക്കുമ്പോൾ അവിടെ എല്ലാവരെയും കാണുക, എല്ലാവരും സ്നേഹിക്കും. പക്ഷെ ഇപ്പോൾ ഇതേ ഹിന്ദുക്കൾ സ്വയം ഹിന്ദുക്കളായിട്ട് മാറി നിൽക്കാനും അവരവരുടെ തുരുത്തുകൾ അവരായിട്ട് സൃഷ്ടിക്കാനും ബാധ്യസ്ഥരായിരിക്കുകയാണ്. ഇങ്ങനെയൊരു സ്വഭാവം ഇവിടെയുള്ള നല്ലവരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ഹിന്ദുക്കളുടെ മനസ്സിലേക്ക് ആരാ കയറ്റി വിട്ടത്? ആരാ കുത്തിക്കയറ്റി ഇറക്കിയിട്ടുള്ളത്? ഇവിടെയുള്ള മുസ്ലിം തീവ്രവാദികൾ തന്നെ, മുസ്ലിം മതവാദികൾ തന്നെ. ഇത്തരക്കാർക്ക്, ഇത്തരം ജിഹാദികൾക്ക് ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി കൊടുത്താൽ അവിടേക്ക് അവരാദ്യം ചുമന്നു കൊണ്ടുവന്ന് തള്ളിയിടുന്ന മതത്തെയാണ്, മത തീവ്രവാദത്തെയാണ്. അതിനുശേഷം അവർ ജോലിയെക്കുറിച്ച് ചിന്തിക്കുള്ളൂ, ആ ജോലിയുടെ ആത്മാർത്ഥതയെക്കുറിച്ച് ചിന്തിക്കുള്ളൂ. തലയിൽ മുഴുവൻ മതമാണ്, അരയ്ക്ക് ചുറ്റും ബോംബാണ്, ഉറയിലാകെ വാളുകളാണ്, നാക്കിലോ മൊത്തം പുലഭ്യവും. അങ്ങനെ ഒരാൾ ജോലിക്ക് വയ്ക്കാൻ ഏത് സ്ഥാപന ഉടമയാണ് ഇഷ്ടപ്പെടുക? എല്ലാവരും പഠിക്കും. മഹാരാഷ്ട്രയിലെ TCS, പിന്നെ ടാറ്റ, അവിടേക്ക് നടന്ന പ്രശ്നങ്ങൾ അറിയാവുന്ന ആരെങ്കിലും ഇത്തരം മൂർഖം പാമ്പുകളെ, വേലിക്കകത്ത് കിടന്ന പാമ്പിനെ വിളിച്ച് മറ്റോടത്ത് കയറ്റി വയ്ക്കൂ? കോണത്തിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കൂ? ഇപ്പോഴത്തെ ഈ ഗതികേട്, പുഴുത്ത പട്ടികളെ എവിടെ ചാലും എന്ന് പറഞ്ഞ് വിടുന്ന പുഴുത്ത പട്ടികളുടെ അവസ്ഥയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ അവസ്ഥയാണ് ഇപ്പോൾ ഇവർക്കുള്ളത്. ഇത് ഈ ഒരു ഗതികേട് സ്വയം പ്രധാനാർത്ഥം എന്ന് പറയില്ലേ, അവരവരെ ഉണ്ടാക്കി വെച്ച, മുസ്ലിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. അവർക്ക് മേലെ ഒരു വലിയ കല്ലെടുത്ത് തലയും കാണിച്ചു നിന്നു എന്നർത്ഥം. അടിസ്ഥാന കാരണം മതഭ്രാന്താണ്. പേടിച്ചിട്ടാണ് ഇവർക്ക് ജോലി കൊടുക്കാത്തത്. സ്ഥാപനത്തിൽ മറ്റ് മതവിഭാഗങ്ങളിലുള്ള സ്ത്രീകളുണ്ടെന്ന് മനസ്സിലാക്കണം. TCSൽ സംഭവിച്ചതുപോലെ ഇവിടെയും വരുമോ, ഉണ്ടാകുമോ? സത്യം പറഞ്ഞാൽ മറ്റുള്ള മതക്കാർക്ക് മുസ്ലിം എന്ന് കേൾക്കുന്നത് ഭയമായിട്ട് മാറിയിരിക്കുകയാണ്.
കേരളത്തിൽ ആസന്ന ഭാവിയിൽ ഈ നിലയ്ക്കാണ് ഈ പോകുന്നതെങ്കിൽ ഹിന്ദുക്കൾ ഭയപ്പെടുന്ന വലിയ കാര്യം സംഭവിക്കാൻ പോവുകയാണ്. നമ്മളുടെ സത്യാനന്ദ സരസ്വതി ചേങ്ങോട്ടുകോണ സ്വാമി പറഞ്ഞു, ഇവന്മാരിവിടെ ഒന്ന് ഡൊമിനേറ്റ് ചെയ്യും. ഇനി അവർക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് 3 മണിക്കൂർ വണ്ടി കയറിയപ്പോൾ അവരുടെ സ്വന്തം നാടത്ര UAE. അതവിടെ ചെല്ലുമ്പോൾ അറിയാം. പക്ഷേ എടാ ഹിന്ദുവെ, നീ എവിടേക്കാണ് പോകുക എന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരു കാര്യം എടുത്ത് പറയാതിരിക്കാൻ വയ്യ. ഈ ഭാരതാംബയെ വെട്ടിമുറിച്ച് 3 ആരാണ്? ഈ ഭാരതഭൂമിയും ഒരു രാജ്യമെന്ന നിലയ്ക്കൊരു മഹാസ്ഥാപനമാണല്ലോ, അതും ഒരു വപുസാണല്ലോ. അതിനെയല്ലേ വെട്ടിമുറിച്ച് വികൃതമാക്കിയത്. അന്ന് ജിന്നയുടെ നേതൃത്വത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ഹിന്ദുസ്ഥാനം, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല, ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ മുസ്ലിം സ്ഥാനം അവിടെ അഥവാ പാകിസ്ഥാനം എന്ന് പറഞ്ഞു. എന്നിട്ട് പോയോന്ന് ചോദ്യമുണ്ട്, അത് ഞാൻ പറയുന്നില്ല, പലർക്കും മനസ്സ് വെന്തു പോകും. പക്ഷെ ഇപ്പോൾ അവർ കൂടെ അവർ ഉയർത്തിക്കാണിച്ച് വെല്ലുവിളിക്കുന്നത്, നമ്മൾ പറയില്ലേ, മറ്റേ ഏതൊരു സിനിമയിൽ ബഹദൂറുണ്ടായിരുന്നു, അപ്പം അങ്ങനെ പറയും, എന്നോട് കളിച്ചാൽ എൻ്റെ അളിയനോട് പറഞ്ഞു കൊടുക്കുന്നു. ഈ അടുത്താലത്ത് വേറൊന്നും ഒന്നുമില്ലേ, അളിയോ തമ്പി അളിയോ പറഞ്ഞിട്ട് മറ്റേ എന്ന് പറയുന്ന പോലെ ഇവർ കൂടെ ഉയർത്തിക്കാണിച്ച് വെല്ലുവിളിക്കുന്നത് GCC കൺട്രികളുടെ പേരിലാണ്. എനിക്ക് വരുന്ന ഫോൺ കോളിൽ പറയും, നീ ധൈര്യമുണ്ടെങ്കിൽ ദുബായിൽ വാടാകുന്നു. ഞാൻ അടുത്ത മാസം ദുബായിൽ പോകുന്നുണ്ട്. അവിടെയും അവർ വംശീയത ഉയർത്തിക്കാണിക്കുകയാണ്. ഞാൻ ദുബായിൽ പോകുന്ന ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ 1 കിലോമീറ്റർ അടുത്തേക്ക് ഇവർ വരില്ല. ഈ മലപ്പുറം കോഴിക്കോട് തെണ്ടികളൊന്നും എൻ്റെ അടുത്തേക്ക് വരാൻ പോകുന്നില്ല. അവിടെയും വംശീയതയാണ് അവർ ഉയർത്തിക്കാണിക്കുന്നത്. സൗദി അറേബ്യ, സൗദി അത് സൗദികളുടെ നാടാണ് കേട്ടോ, മുസ്ലിങ്ങളുടെ ഒന്നല്ല. അതുപോലെ എമിറേറ്റ്സ് അത് എമിറാത്തികളുടെ നാടാണ്, മുസ്ലിങ്ങളുടെ അല്ല. ഈ ചെളിത്തളിയന്മാരുടെ ബോധത്തിലേക്ക് അതുവരെ കയറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എവിടെ ചെന്നാലും മതം വളർത്താൻ ശ്രമിക്കുന്നതും രാജ്യത്തിനെതിരെ ഭീകരപ്രവർത്തനം, ആരോഗ്യ മേഖലയിലുള്ള വൈറ്റ് കോളർ ഡോക്ടർമാർ വരെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊക്കെ നിങ്ങൾ മാറ്റിവെച്ച് ഇന്ന് നിങ്ങൾ ഗതികേടിൽ നിന്ന് ഗതികേടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റ് ഭരിക്കുന്ന BJPക്കോ ഒരു മുസ്ലിം മരുന്നിന് പോലും ഒരു MP ഇല്ല, അവിടെ മന്ത്രിയുമില്ല, കാൻഡിഡേറ്റിനെ നിർത്തില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരാ ഭരിക്കുന്നത് അവിടെ. നിങ്ങൾ സാധാരണ മനുഷ്യരെ പോലെ എല്ലാ മുസൽമാന്മാരും, ഇവിടെ ഹിന്ദുക്കൾ ജീവിക്കുന്നില്ലേ, മറ്റേ ക്രിസ്ത്യാനികൾ ജീവിക്കുന്നില്ലേ, നിങ്ങൾ സാധാരണ മനുഷ്യരായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. മതം വീടിനകത്ത് സൂക്ഷിക്കുക, മതം അവരവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. നാടിനകത്ത് കടന്നു ചെല്ലുമ്പോൾ അവിടെ വേണ്ടുന്നത് എന്താണ്? മര്യാദകളാണ് വേണ്ടത്, മാന്യതയാണ് സൂക്ഷിക്കേണ്ടത്. അതൊന്നുമില്ലെങ്കിൽ എന്തുണ്ടാകുന്നു? മുസ്ലിമാണോ? ഇവിടെ ജോലിയില്ലാട്ടോ. മുസ്ലിമാണോ? ഇവിടെ വീടില്ലാട്ടോ. ഈ ഒരവസ്ഥ ഇനിയും രൂക്ഷമായിട്ട് വരും. നമസ്കാരം.